പത്തനംതിട്ട അടൂർ CPI മണ്ഡലം സമ്മേളനത്തിൽ പോർവിളി. മുതിർന്ന നേതാവ് മുല്ലക്കര രത്നാകരന് നേരെ ഒരു വിഭാഗം പ്രതിനിധികൾ പാഞ്ഞെടുത്തു. നേതൃത്വം അവതരിപ്പിച്ച പാനലിനെതിരെ ഒരു വിഭാഗം രംഗത്ത് വന്നു. ആരോപണ വിധേയനായ മുൻ ജില്ലാ സെക്രട്ടറി AP ജയനെ പാനലിൽ ഉൾപ്പെടുത്തിയതാണ് പ്രതിഷേധത്തിന് കാരണമായത്. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, വിവരങ്ങൾ എന്താണ്? ഇങ്ങനെ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയത് എങ്ങനെയാണ് ജയശങ്കർ? പത്തനംതിട്ടയിൽ CPIയുടെ ജില്ലാ സമ്മേളനം ഉൾപ്പെടെ വേണ്ട പാനലിനെ തിരഞ്ഞെടുക്കാനാണ് ഇത്തരത്തിൽ ഈ മണ്ഡലം സമ്മേളനം ഉൾപ്പെടെ നടക്കുന്നത്. ഈ മണ്ഡലം സമ്മേളനങ്ങളിൽ തുടർച്ചയായി പത്തനംതിട്ടയിൽ നിരന്തര സംഘർഷം, പ്രവർത്തകർ തമ്മിൽ പോരുവിളി ഉണ്ടാകുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും ഇന്ന് അടൂരിൽ നടന്ന മണ്ഡലം സമ്മേളനം പൊതുസമ്മേളനം തന്നെ നിർത്തി വെക്കേണ്ട സാഹചര്യം ഉണ്ടായി. മുതിർന്ന നേതാവ് മുല്ലക്കര രത്നാകരന് നേരെ ഒരു വിഭാഗം നേതാക്കൾ പാഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ നേതൃത്വം അവതരിപ്പിച്ച പാനലിനെതിരെ ഒരു വിഭാഗം രംഗത്ത് വരികയായിരുന്നു. പുതിയ മണ്ഡലം സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതിലായിരുന്നു ഇത്തരത്തിൽ തർക്കം. എന്തായാലും താൽക്കാലിക ചുമതല ഈ മുണ്ടപ്പള്ളി തോമസിന് താൽക്കാലിക ചുമതല നൽകി. ഈ സമ്മേളന നടപടികൾ എന്തായാലും തൽക്കാലം നിർത്തിവെച്ചിട്ടുണ്ട്. ഈ സംസ്ഥാന നേതൃത്വം ഈ ജില്ലയിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് എന്തായാലും ഒരു പ്രത്യേക നിരീക്ഷണം നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ റാന്നിയിലെ മണ്ഡലം സമ്മേളനത്തിലും സമാനമായ രീതിയിൽ പോർവിളിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. സംസ്ഥാന നേതൃത്വത്തിന് ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായി. എന്തായാലും അടൂരിലും സമാനമായ പ്രശ്നം ഉണ്ടായത്. എന്തായാലും താൽക്കാലികമായി മുണ്ടപ്പള്ളി തോമസിന് ചുമതല നൽകിക്കൊണ്ട് സമ്മേളന നടപടികൾ നിലവിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ യോഗം ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു താൽക്കാലിക ചുമതല നൽകിക്കൊണ്ട് നിലവിൽ യോഗ നടപടികൾ അവസാനിപ്പിച്ചത്. ശരി, AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.